ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓഫീസിലെ ഡാൻസ് ടീം ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോവാണ്. ഞങ്ങളുടെ ഡാൻസ് ടീമിൻ്റെ പേര് ഫ്രോളിക് എന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നൊരു പൊന്മുടി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് പോവുക, സ്റ്റേ ചെയ്യുക, നാളെ തിരിച്ചു വരാം. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും വന്നിട്ടുള്ള കുറച്ച് പേരും വരാനുണ്ട്. നമ്മളിങ്ങനെ മുടുത്തിരിയോ? അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മുടെ സ്വന്തം KSRTCയുടെ ആനവണ്ടിയിലാണ്. ഞങ്ങൾ ആക്ച്വലി 2 കാറിലായിരുന്നു പോകാൻ പ്ലാൻ ചെയ്തത്, ഒത്തിരി പേരുള്ളതുകൊണ്ട്. പിന്നെ ഞങ്ങൾ രണ്ട് കാറാകുമ്പോഴത്തേക്കും പിന്നെ സെപ്പറേറ്റ് ആയിട്ടിരിക്കണം, ആ ഒരു വൈബ് സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ നമുക്ക് KSRTCയുടെ ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയ സമയത്ത് മഴയായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ കോടയൊന്നും കാണില്ല എന്ന്. പക്ഷേ മഴയത്തും അവിടെ അടിപൊളി കോട ഉണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിലൊക്കെ പോകുമ്പോൾ ഈ മഞ്ഞും ഇതൊക്കെ കാണാൻ ഞങ്ങൾ ഫുൾ, നിങ്ങൾക്ക് ആക്ച്വലി ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കോട ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇതിനേക്കാളും കൂടുതലാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പിൽ പോകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ ആൾക്കാർ നിന്നാൽ പോലും ഈ കോട കാരണം കാണത്തില്ല. അത്രയ്ക്കും ഇങ്ങനെ കവേർഡായിട്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ശരിക്കും അത്ര എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇത്രയും കാണും എന്നുള്ളത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ അത്. ഞാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. ബാക്കി എല്ലാവരും പോകുന്നുണ്ട്, ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഇതോ പോകുന്നു, ഒരു കൂട്ടം പോകുന്നതാണ് ഞങ്ങൾ ഇത്രയും. നമ്മളിതാ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവാ. അവിടെ എത്തിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. അടിപൊളി. നല്ല തണുപ്പുണ്ട്. വേറൊരു വ്ളോഗറിനെ കണ്ടുപിടി. അങ്ങനെ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ റൂമിലോട്ട് കയറാൻ പോകുന്നു. ചെരുപ്പൂരി ഇടട്ടെ. ഇവിടെ ഉണ്ട് തുറന്നു വന്നു. ഓക്കേ, അങ്ങനെ വിശന്ന് വരഞ്ഞ് ഫുഡ് കഴിക്കാനെത്തി. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല, സാധാ. ഓക്കെ, നമുക്ക് ഫിഷ് കറി വേണം. എനിക്ക് വേണം. അവരെ കൊണ്ടെടുക്കോ?
കാതിൽ ചൊന്നതാരാണ് കൂടെ രാത്രി മുല്ല പൂക്കുമ്പോൾ കുഞ്ഞാണഞ്ഞ് പൊത്തുതൊട്ട് അതിനെപ്പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് ശരിക്കും സംഭവിച്ചത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പം അനാർക്കലി നിൽക്കുന്നു, ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നു. ആ ഗ്യാപ്പിൽ തിവാരി വന്നു. തിവാരി വിചാരിച്ച് ഈ കുട്ടിയുടെ തുണി പൊക്കി പോയി. അതാ കല്യാണം പോലും കഴിയാത്തൊരു കൊച്ചായിരുന്നു അത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പോകുന്നു ഗായ്സ്. ഈ ഒരു പേര് വിവാഹം മുടങ്ങരുത്. അതെന്തവിടെ പറഞ്ഞോ, കുഴപ്പമില്ല. എന്തേലും പറയാനുണ്ടേ പറഞ്ഞു. ഇവിടെ ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട്. വെള്ളം കാണാത്ത കുറച്ച് പേര് വെള്ളം കാണുമ്പോൾ എന്താണോ എന്തോ. ആണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. കോട കൊണ്ട് നിറഞ്ഞു. കേട്ടോ, ഫ്രണ്ടിൽ നല്ല മഞ്ഞുണ്ട്. 2 കിലോമീറ്റർ നമ്മൾ നടന്ന് പോവാണ്. അങ്ങോട്ടേ കാണാൻ കൂടിയില്ല. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായി. അപ്പം അതിനിടയ്ക്ക് ഒരു സ്പോട്ട് കണ്ടു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പം ഇത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പല കളറിലുള്ള റെയിൻകോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ റീൽസൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പല കളറിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ നടന്നു വരുന്നത് ഞങ്ങൾ ആക്ച്വലി അറിഞ്ഞില്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് തമാശയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് ഫുൾ ചില്ല് ചെയ്ത് ഓടി അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ഈ പൊന്മുടിയുടെ അവിടെ 2 കിലോമീറ്റേഴ്സ് വരണം. നമ്മൾ സ്റ്റേ ചെയ്ത് KTDCയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പൊന്മുടിയുടെ അവിടെ വരെ എത്താനായിട്ട് 2 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നല്ല രസമായിരുന്നു. നടന്ന് എങ്ങോട്ടോ അടിപൊളി കോട. ആഗ്രഹമില്ലാത്തോണ്ടല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കഫേയിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ടൈം ആയപ്പോഴത്തേക്ക് ക്ലോസ് ആയി. പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കാൻ നിന്നില്ല, ബസ്സിൽ തന്നെയായിരുന്നു പോയത്. കുറേ പേർക്ക് അവിടെ എത്തിയതിന് ശേഷം അട്ടയുടെ കടിയൊക്കെ കിട്ടി. പിന്നെ നമ്മൾ അവിടുന്ന് KTDCയുടെ ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് അതൊക്കെ കഴിച്ച് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുക. വെളിച്ചില്ല അവിടെ, ആരെ കാണുന്നില്ല. ഇരുട്ടത്ത് കുറേ അനങ്ങുന്ന മാത്രം. അങ്ങനെ നമ്മൾ രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വന്നു.
ഉറക്കായിരുന്നാ അവർക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഫുൾ അലമ്പ് ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 12 മണിയായി. അങ്ങനെ ഞങ്ങൾ ഗോപികയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കേക്കൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത വിഷ്വൽസ് ആട്ടോ ഇനി നിങ്ങൾ കാണുന്നത്. Happy birthday to you. Happy birthday to you, dear Gopika. Happy birthday to you. Happy birthday to you. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഫുഡ് അവിടെ എത്തിയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാവേ. എല്ലാവരും ഉറക്കം എണീച്ച പോലത്തെ. ഇതെന്താ സാധനം എന്ന് പറ. അമൃതമല്ലം. ഇതെന്തിനാ? ഇങ്ങോട്ട് പറ. സ്പോൺസർ ചെയ്യുമ്പോ എല്ലാത്തിനും പറ്റും. എല്ലാത്തിനും പറ്റും. എല്ലാത്തിനും എന്റെ മോക്കുരുണ്ട്. എന്നിട്ട് ആ കുരുവിന് മാറ്റമില്ലല്ലോ. മാറ്റുണ്ട്. നേരത്തെ ഒരുപാട് കുരുക്കളുണ്ട്. ഇത് നിനക്ക് ആരാ റെക്കമെൻഡ് ചെയ്തേ? കൃഷ്ണ. നീ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇവക്ക് റെക്കമെൻഡ് ചെയ്ത വേണ്ട പറഞ്ഞു. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. എന്തൊക്കെ എടുത്തു അനാർക്കുലി? കഴിക്കാൻ എന്തൊക്കെ എടുത്തു? അപ്പം നമ്മൾ പൊന്മുടിക്ക് ടാറ്റ ബൈ പറഞ്ഞ് പോവുകയാണ്. എല്ലാവരും റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ റിസപ്ഷനിലോട്ട് പോവാം. ഇന്ന് ഇത്രയൊക്കെ കാണുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇനിയും ഏതെങ്കിലും സ്പോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കവർ ചെയ്യുവാണെങ്കിൽ ഞാൻ കൂടെ കാണിച്ചു തരാം. നല്ല കാറ്റിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.
അവസാനം കയറി വന്നേക്കുക 3 എണ്ണം. വേറെ ഒരു കളറും കിട്ടിയില്ലല്ലേ കുട്ടിക്ക്? എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞു കൊടുക്ക്. അതെ 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 എക്സൈറ്റഡ്. ഞാൻ ജീവനുള്ള പാമ്പുകളെ ഇഷ്ടമല്ലെങ്കിൽ കൊട പിടിച്ച് നിക്കുവാ. നോക്കി ഇറങ്ങേ. ഇത് പാമ്പ് അങ്ങനെയാണോ? പാമ്പിൽ ചെവി പോടേ. നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. ഇതാണ് ഇവിടുത്തെ ഹിഡൻ സ്പോട്ട്. അറിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുമില്ല. signing off from Parmade soon. Bye bye. നീ